എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കണത്? നാറി, പരനാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. വേറെ ആരുമല്ല, ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയും. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അവന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വെറും കൺട്രിയാണോ? നീ ഈ എൻറ്റയർ വീഡിയോ നീ കാണണം. മനസ്സിലായില്ലേ? നീ ഇത് കണ്ടിട്ട് നീ പോയാൽ മതി. എന്താടാ മതം പൊട്ടിയ കൊമ്പനെ പോലെ ഒന്ന് കൊല വിളിക്കുന്നത്? മയക്കുപിടി വെക്കേണ്ടി വരുമോ? ഇങ്ങനെ പോയാൽ മയക്കുപിടി വെക്കേണ്ടി വരും. താമസിയാതെ കൊല വിളിയും കേട്ടെന്നിരിക്കും. ഇതാ നായിന്റെ മോൻ നിങ്ങൾ അയച്ചു കൊടുക്കണം. ഈ ജാസി എന്ന് പറയുന്നവനുണ്ടല്ലോ, ഓന് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. മാക്സിമം നാട്ടുകാരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും. ഒരു 10K ലൈക്സ് എങ്കിലും വരണം. പിന്നെ അവിടെ ഇവിടെ കേട്ട് മാക്സിമം ഫ്ലെക്സ് ഒക്കെ അടിച്ച് പൊലിപ്പിക്കുക. നാട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഈ നായി പരമാറി പരപ്പു. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ഏതായാലും മാനം പോയി കിട്ടി. എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്കും മോളെ, വീഡിയോ ഓണാക്കും മോളെ. വല്ലം പറ്റിയോടാ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? ഈ പരപ്പോട് ഞാൻ പറഞ്ഞതാണ്. ഒരു മനുഷ്യനാണ് ഞാൻ പുറത്താണുള്ളത്. വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചത്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിലങ്ങൂര. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താന്ന് എനിക്കറിയോ? എന്ത് റിവേഴ്സ് ഗിയർ? വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിലങ്ങൂര. തനിക്കൊരു ജെട്ടിട്ടുടോ? ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. 2 ഉണ്ടപ്പൊരി ഒരു പാലുമ്പളോ കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാവിനെ നടത്തിയത് നല്ല അന്തസ്സായിട്ട്. അതെ, ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. നീ മുഖം കണ്ടോ? മുഖം കണ്ടില്ലെങ്കിലും ബാക്കി എല്ലാ ഭാഗങ്ങളും നല്ല നീറ്റായിട്ട് കണ്ടു. നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. നല്ല വിവരമുള്ള കുട്ടി. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? മനുഷ്യനെ കളിയാക്കുന്നു. വൃത്തികെട്ട ജീവി. ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. കണ്ടോ, ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ പ്രശ്നം. വൃത്തികെട്ട നികൃഷ്ട ജീവി. ഇവന് മാനേജ് ഇല്ല സർ. ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക്, വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയണല്ല. ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരുന്നേ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിട്ട്? അതാണ് ഈ മ്യായാവിമാരുടെ പ്രത്യേകത. മ്യായാവികൾ ഒരിക്കലും രംഗപ്രവേശം ചെയ്യാറില്ല. അല്ല, ഒരു 1 മില്യൺ ഒരാൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല പിന്നെ ഒരു വിചിത്ര ജീവിയാണ്. ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനക്കിട ഉണ്ടാവാൻ. ഇവൻ നന്നാവണമെങ്കിൽ നിന്റെ അടുത്ത് തന്നെ നിൽക്കണം. നിന്റെ അടുത്ത് നിന്നിട്ട് ഇവൻ നന്നായില്ലെങ്കിൽ പിന്നെ ഇവൻ ഒരിക്കലും നന്നാവില്ല. ഉസിറും പുളിയില്ലാത്തവനെ. എങ്ങനെയുണ്ട് വേലായുധൻ തമ്പി? ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഇനി നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട. നമുക്ക് നല്ല നിലയിൽ പോകാം.